രണ്ട് ഫംഗ്ഷനാണ് ഇവിടെ നടത്താൻ പോകുന്നത്. ഒന്ന് എമ്പുരാൻ ട്രെയിലർ റിലീസ്, ലൈക്ക പ്രൊഡക്ഷൻസുമായിട്ട് ചേർന്നിട്ടാണ് ഞങ്ങൾ സിനിമ ചെയ്യുന്നത്. ലൂസിഫർ എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം ഹെൽത്തും അതിൻ്റെ ഒരു സീക്വലായിട്ട് വിചാരിക്കാം ഒരു സിനിമയാണ്. ലൈക്കയുടെ ഒരു പ്രസൻസ് ആദ്യമായിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത്. ഇത് ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. ഒരുപാട് വിദേശ രാജ്യങ്ങൾ ഷൂട്ട് ചെയ്ത സിനിമയാണ്. UK, USA രാജ്യം. ആശീർവാദിന്റെ 34th ഫിലിമാണ്. അതിന്റെ ട്രെയിലർ ലോഞ്ചാണ് എല്ലാ ഭാഷയിലും, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി. അത് കഴിഞ്ഞാൽ ആശീർവാദ് തുടങ്ങിയിട്ട് 25 വർഷമാകുന്നു. അതിന് വലിയ നേട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ നൽകിയ സഹകരണവും പ്രേക്ഷകരുടെ സ്നേഹവും ഒക്കെ തന്നെയാണ് ഈ 25 വർഷത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക് എനർജി പകർന്നത്. ഒരുപാട് സിനിമകൾ, 34 സിനിമ എടുത്തു. 35ാമത്തെ സിനിമ ഞങ്ങൾ തുടങ്ങിയാണ് സത്യനന്ദിക്കാരൻ്റെ. 25 വർഷം ഒരു നിർമ്മാണ കമ്പനി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചാണ്. അതിനുപരി ഒരുപാട് പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. ഇവർ കോവിഡ് സമയത്ത് കൊണ്ട് ഞങ്ങൾ ഒരുപാട് 3-4 ചിത്രങ്ങൾ എടുത്തു. OTTക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്, പക്ഷെ വീട്ടിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രേക്ഷകരുടെയും നിങ്ങളുടെയും സഹായ സഹകരണങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. ആശീർവാദിനെയും വലിയ വലിയ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈക്കയ്ക്ക് കേരളത്തിലേക്ക് മലയാള സിനിമയിലേക്കുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ സിനിമ അവർക്കും വളരെ ഗുണകരമായി മാറട്ടെ എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു സായം നേരുന്നു. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. ആശീർവാദ് സിനിമാസിന്റെ 25ാം വാർഷിക ആഘോഷവും ലൈക്ക പ്രൊഡക്ഷൻസിന്റെ മലയാള സിനിമയിലേക്കുള്ള എൻട്രിയും കൂട്ടത്തിൽ എന്റെ ഒരു സിനിമയുടെ ടീസർ ലോഞ്ച് ഉണ്ട്. അപ്പോ എല്ലാവരും ഇവിടെ വന്ന് എത്തിച്ചേർന്നതിൽ ഒരുപാട് നന്ദി. ഒബ്വിയസ്ലി ഇങ്ങനൊരു പരിപാടി നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ ആശീർവാദിന്റെ 25th ആനിവേഴ്സറി, ലൈക്കയുടെ മലയാളം ഡെബ്യൂ, എമ്പുരാൻ എന്ന സിനിമയുടെ ആദ്യത്തെ ഒരു ഫിലിംസ് അത് മീഡിയയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും നിങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനും വേണ്ടിയാണ്. സോ എല്ലാവരുടെയും സഹായവും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് വാട്ട് യു സീ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. ഒന്ന്, ആശീർവാദ് ഫിലിംസിന്റെ നിരവധി സിനിമകളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 25 വർഷം പൂർത്തിയാക്കുന്ന ആശീർവാദ് ഫിലിംസിന് എല്ലാ ആശംസകളും നേരാൻ കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മറ്റൊരു സന്തോഷം, എമ്പുരാന്റെ ടീസറും ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ്. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്റെ അഭിനയ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കുമൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് പ്രിയദർശിനിയാണ്. അതിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനൊപ്പം, മുരളി ഗോപി എന്ന എഴുത്തുകാരനോടൊപ്പം, ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിനോടൊപ്പം, ഇതിനേക്കാളുപരി നമ്മളെല്ലാവരും ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട ലാലേട്ടനോടൊപ്പം, ലാലേട്ടന്റെ എല്ലാ സിനിമകളിലും എനിക്ക് കിട്ടാറുള്ളത് പോലെ വളരെ ശക്തമായ കഥാപാത്രം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു. അപ്പൊ അതിന്റെ യാത്ര വീണ്ടും തുടരുകയാണ് എമ്പുരാനിലൂടെ. അപ്പൊ അതിന്റെ വലിയ സന്തോഷത്തിലാണ് ഞാനും എമ്പുരാൻ ടീമിലുള്ള എല്ലാവരും. അപ്പൊ അതിന്റെ ടീസർ റിലീസ് ചെയ്യുന്ന ഈ ഒരു മുഹൂർത്തവും എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എമ്പുരാനും ഇഷ്ടപ്പെടും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. സുഖല്ലേ? അപ്പോ ഇത് ആശീർവാദ് സിനിമ സമയത്ത് 25 വർഷമാകുന്ന ആഘോഷം എമ്പുരാന്റെ ടീസർ ലോഞ്ചും എനിക്ക് ഈ ഷൂട്ടിന്റെ സമയത്തുള്ള കുറെ സമയം എനിക്ക് ചേട്ടനായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആശീർവാദ് സിനിമ തുടക്കമുള്ള കുറെ കഥകൾ കേൾക്കാനാണ് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ ഒരു 25ാം വർഷം ആഘോഷിക്കുന്നതിലേക്ക് വലിയ സന്തോഷം. ലൂസിഫറിൽ ഭാഗമാകാൻ സാധിച്ചിട്ട് ഭാഗമാകാൻ സാധിക്കുന്നു. എന്തുകൊണ്ടും സന്തോഷം.
അപ്പോൾ തുടർന്നൊക്കെ കാണാൻ സാധിച്ചതിൽ സന്തോഷം. ബാക്കി താങ്ക് യു. 25 വർഷം എന്ന് പറയുന്നത് ഇത്ര എളുപ്പത്തിൽ കടന്നു പോകുന്നു എന്നുള്ളത് ഭയങ്കര അതിശയകരമായൊരു അനുഭവമാണ്. കാരണം ആശീർവാദം ആരംഭിച്ചതും നരസിംഹം തുടങ്ങിയതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പണ്ടൊക്കെ നമ്മൾ ബാനർ കണ്ടിട്ട് സിനിമകൾ കാണാൻ പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. മഞ്ജുലാസിന്റെ പടം, അല്ലെങ്കിൽ സുപ്രിയയുടെ പടം, ജയമാരുതിയുടെ പടം, അങ്ങനെ പ്രൊഡക്ഷൻ കമ്പനികളുടെ ബാനറുകൾ കണ്ടിട്ട് ആളുകൾ സിനിമയ്ക്ക്. ആശീർവാദം എന്ന് പറയുന്നത് എനിക്ക് വളരെ കൂടുതൽ ആത്മബന്ധമുള്ള ഒരു ബാനറാണ്. എനിക്കറിയാം, ഞാൻ കുറെ സിനിമകൾ രസതന്ത്രം മുതൽ ഇനി ചെയ്യാൻ പോകുന്ന ദിവസങ്ങൾക്കുള്ളിൽ ആശീർവാദത്തിന്റെ കൂടെയുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മകൾ, ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവുന്നപ്പോൾ നമ്മൾ വിളമ്പത്തില്ല. കാരണം ഞാനും ആരും ചേട്ടൻ തൊട്ടടുത്ത റൂമിലെ താമസിച്ചിരുന്നതൊക്കെ കുറേ ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെയൊക്കെ. അത് കഴിഞ്ഞിട്ട് ആശീർവാദിന്റെ ആദ്യ 50 കോടി ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ദൃശ്യത്തിലും അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ആശീർവാദിന്റെ കൂടെയുള്ള യാത്ര വളരെ മനോഹരമായി നടക്കും. ആശീർവാദിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഒന്ന്, ആശീർവാദ് സിനിമ 25 വർഷം പൂർത്തിയാക്കും. ആ 25 വർഷത്തെ യാത്ര director without it started. So happy and honored to be here. Looking forward to the events also. Thank you so much. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആശീർവാദ് സിനിമാസിന്റെ 25th ഇയർ സെലിബ്രേഷൻ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി വർക്ക് ചെയ്യാനായിട്ട്. സോ ഹാപ്പി ഫോർ ഇറ്റ്. അപ്പോൾ ഇനിയും ആസ് എൻ ഓഡിയൻസ് ഇവരുടെ അടുത്ത് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ ഞാനും പ്രതീക്ഷിക്കുന്നു. കൂടെ വർക്ക് ചെയ്യാൻ അതിനെക്കുറിച്ച് റിലീസിന് ശേഷം പറഞ്ഞപ്പോഴേ ഇല്ല, പ്രേക്ഷക നിലയിൽ ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം ധാരാളം ചിത്രം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നു. അപ്പൊ നിങ്ങളെ പോലെ തന്നെ ഞാനും എമ്പുരാനിൽ എന്തായിരിക്കും എന്ന് അറിയാനായിട്ട് വളരെയധികം കാത്തിരിക്കുകയാണ്. ഞാൻ എമ്പുരാൻ പറ്റിയാതെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. ലൈക്ക് എനി അതർ ഓഡിയൻസ്. ആശീർവാദിന്റെ ഈ രണ്ടുപേരും ഒന്നിച്ച് ചേരുമ്പോൾ പരസ്പരം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ആ ഒരു കോമ്പിനേഷൻ പ്രത്യേകത. അതുപോലെ അതിൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും വിശ്വസ്തതയും എല്ലാം അതിന് വലിയൊരു കാരണമാണ്. നീലിലും അത് ഒരുപാട് ആവർത്തിക്കും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എൻ്റെ എല്ലാ ആശംസകളും ആശീർവാദത്തിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അവർക്ക് എല്ലാ മംഗളങ്ങളും ഞാൻ നേരുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ആന്റണി പെരുമ്പാവൂരിൽ ശ്രീ മോഹൻലാൽ രണ്ടുപേരും തുടങ്ങിയ ആശീർവാദ് പ്രൊഡക്ഷൻസ് ഈ മൂവി കമ്പനി 25 വർഷം ആഘോഷിക്കുക. ആഘോഷത്തിൽ എന്നെയും വിളിച്ചിരിക്കുക. ഈ കമ്പനിയുടെ ഇവിടം സ്വർഗമാണ് എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്ന സിനിമ. അതിനുശേഷം ബ്രോഡാഡി അഭിനയിച്ചു. ഇനി 1-2 സിനിമയുടെ കാര്യങ്ങളിലൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ 25 വർഷം ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളാനായിട്ട് ഞാൻ നരസിംഹം എന്ന സിനിമയിൽ ഷാജി സാറിന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നാണ് ആശീർവാദ് ആദ്യമായി സിനിമ നിർമ്മാണം തുടങ്ങുന്നത്. ഇന്നിപ്പോൾ 25 വർഷം ആയി നിൽക്കുകയാണ്. ആശീർവാദിന്റെ കൂടെ ആൻഷിയുടെ നിർമ്മിച്ച ഇവിടം സ്വർഗമാണെന്നുള്ള സിനിമ എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചു. ആ വർഷത്തെ മികച്ച കലാമൂല്യത്തിനുള്ള സ്റ്റേറ്റ് അവാർഡും ആ സിനിമയ്ക്കുണ്ടായി. ആൻഷിയേട്ടൻ എന്നെ സംബന്ധിച്ച് എന്റെ എല്ലാ നല്ല കാര്യങ്ങളിലും കൂടെയുള്ള ഒരു വ്യക്തിയാണ്.
ആശീർവാദിന്റെ ഈ 25ാം വർഷത്തിന് എല്ലാ ആശംസകളും. വിജയിക്കുവാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.